നമസ്കാരം. ഞങ്ങൾ നേമത്താണ്. നേമം എന്നാൽ ഈ നിയമസഭയിൽ കേരളത്തിന്റെ ഏറ്റവും ശക്തമായ പോരാട്ടം. അത് വെറും വാക്കുകളിലല്ല, എല്ലാ അർത്ഥത്തിലുമുള്ള പോരാട്ടമാണ്. കേരളം ആര് പിടിച്ചാലും നിയമം ആര് പിടിക്കുമെന്നതാണ് ഇത്തവണ ചർച്ചയാവുന്ന കാര്യം. കാരണം നിയമത്തിന്റെ രാഷ്ട്രീയ പോരിന് അത്തരമൊരു പോരാട്ട ചിത്രമുണ്ട്. കാരണം നിയമം പലതുകൊണ്ടും പ്രാധാന്യമുള്ളതാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് സംസ്ഥാന ഭരണം പിടിക്കുമെന്ന അവരുടെ പ്രതീക്ഷകൾ സാധിച്ചാൽ പോലും നിയമം പിടിക്കാതെ കേരളത്തിൽ ഭരണം പിടിച്ചിട്ട് എന്ത് കാര്യമെന്ന ചോദ്യം അവർക്ക് മുന്നിലുമുണ്ടാകും. അതേസമയം BJP ഇവിടെ കേരളത്തിൽ ആദ്യമായി അക്കൌണ്ട് തുറന്ന ഇടമാണ് നിയമം. സ്വാഭാവികമായി ഇത്തവണ വീണ്ടും ഒരു സീറ്റ് നിയമസഭയിലേക്ക് കിട്ടിയാൽ അത് നിയമമല്ലാതെ മറ്റൊരിടം കിട്ടിയാലും അതിന് ശോഭ അത്ര പോരാതെ വരും. കോൺഗ്രസിനെ സംബന്ധിച്ച് നിയമത്ത് മികച്ച ഒരു പ്രകടനത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനുമാവില്ല. അപ്പോൾ നിയമമാണ് ഇത്തവണത്തെ രാഷ്ട്രീയം പറയാൻ പോകുന്നത്. നിയമം പറയാൻ പോകുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഞാനുമുണ്ട്, അരുണുമുണ്ട്. അരുൺ, ഈ നിയമത്തിന്റെ രാഷ്ട്രീയം നമ്മൾ പറയുമ്പോൾ നമ്മൾ പലരും പറയും ത്രികോണ പോരാട്ടം കേരളം എന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ എല്ലാ അർത്ഥത്തിലുമുള്ള ഇഞ്ചോടിഞ്ച്, അതായത് ഏറ്റവും ചെറിയ മൈന്യൂട്ട് ഫാക്ടർ പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഇടം എല്ലാ അർത്ഥത്തിലും നിയമമല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ മൂന്ന് മുന്നണികൾക്കും അത്രയും പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ BJPക്ക് ഈ നിയമം കിട്ടിയില്ലെങ്കിൽ, കാരണം 2016 O രാജഗോപാൽ വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണ മത്സരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം വളരെ നേരത്തെ, ഒരുപക്ഷെ സാധാരണ BJPയുടെ പാർലമെന്ററി ബോർഡൊക്കെ ചേർന്നാണ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കേണ്ടത്. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായി മാസങ്ങൾക്ക് മുമ്പേ ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ. അത്രയധികം ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ. അത്രയധികം വിശ്വാസമുണ്ട്. കാരണം BJPക്ക് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒരു മണ്ഡലമായി നിയമം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് ജയിച്ചേ പറ്റൂ. CPM-നാകട്ടെ V. ശിവൻകുട്ടി, ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച മന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം V. ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളാകട്ടെ ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ V. ശിവൻകുട്ടിക്ക് ഈ മന്ത്രിസഭയിൽ ഒരു ഇടം പോലും കിട്ടിയതിന്റെ കാരണം നിയമത്തെ വിജയിയാണ് എന്ന കാരണം കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും. സംസ്ഥാന സമിതിയിൽ നേരത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി അടക്കമുള്ള ഉണ്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ MLA-മാരെ. പക്ഷേ നിയമം പിടിച്ചെടുത്ത് കൊണ്ടുവന്ന നിയമത്തെ BJPയുടെ അക്കൌണ്ട് പൂട്ടിയെന്ന് പ്രഖ്യാപിച്ചത് പിണറായി വിജയനാണ്. നിയമത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ പിണറായിയാണ് പ്രഖ്യാപിച്ചത്. ആ അക്കൌണ്ട് പൂട്ടിച്ചയാൾ ശിവൻകുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയത്. ആ ശിവൻകുട്ടിയോട് വീണ്ടും മത്സരിക്കുമ്പോൾ ജയത്തിൽ കുറഞ്ഞൊന്നും CPM-ന് സ്വപ്നം കാണാൻ കഴിയില്ല, ആഗ്രഹിക്കാൻ കഴിയില്ല. കോൺഗ്രസിനും ഇവിടെ ഒരു പാപപരിഹാരം കാണേണ്ടതുണ്ട്. ശരി, അതാണ് കാര്യം. അതായത് ചുരുക്കം ഇതാണ്, 2026 കേരളം ആര് പിടിച്ചാലും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ ആര് നേട്ടം കൊയ്താലും നിയമത്തെ വിജയാര് എന്ന കാര്യം പ്രത്യേകമായി ഒന്ന് പരിശോധിക്കപ്പെടും. കാരണം നിയമത്തിൽ വോട്ടുകൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ എങ്ങനെയൊക്കെ പയറ്റി തെളിയുമെന്നതാണ് തെളിയിക്കപ്പെടേണ്ടത്. നിയമം എന്ന മണ്ഡലം കേരളത്തെ സംബന്ധിച്ച് ഒരു സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് പോര് നടന്ന ചിത്രം ഉള്ള ഇടമാണ്. പലപ്പോഴും മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച ഇടമാണ്. കേരളത്തിൽ BJP ആദ്യമായി അക്കൌണ്ട് തുറന്ന മണ്ഡലം പിന്നീട് അവർക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ കാരണങ്ങളൊക്കെ BJP വിശദമായി പരിശോധിക്കുമായിരിക്കും. എന്തായാലും അതിനൊടുവിൽ അവർ തിരികെ വരികയാണ്. ഇതാ ഇപ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. അതായത് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളത്. എന്താണ് നിയമത്തെ വോട്ടർമാർ ഇപ്പോൾ ചിന്തിക്കുന്നത്? ഏത് രീതിയിലാണ് ഇവിടുത്തെ ട്രെൻഡുകൾ മാറിമറിയുന്നത്? നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഡീൽ ആരോപണം പോലും ആരംഭിക്കുന്നത് നേമത്തു നിന്നാണ്. നേമത്ത് ഇടതുമുന്നണിയും കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ടെന്ന ആരോപണം CPM മുന്നോട്ട് വെക്കുമ്പോൾ അതല്ല മറിച്ചാണ്ട് ഡീലെന്ന ആരോപണം എതിർചേരി മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഡീൽ ആരോപണമടക്കം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന നേമത്തെ ജനങ്ങൾ, നേമത്തെ വോട്ടർമാർ, സാധാരണ പാർട്ടി പ്രവർത്തകർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് ന്യൂസ് 18 ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾക്ക് പിന്നിൽ കാണാം നേമത്തെ വോട്ടർമാരുണ്ട്, സാധാരണ പാർട്ടി പ്രവർത്തകരുണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞാണ് ഇന്ന് നമ്മൾ നേമം മണ്ഡലത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. ഈ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിയമം എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ ത്രികോണ പോരാട്ടത്തിന്റെ ഒരു പര്യായമാണ്. എല്ലാ അർത്ഥത്തിലും അത് ആ ഒരു പോരാട്ട ചൂര് നിങ്ങൾക്കിടയിലോട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അതുണ്ട്. ഇവിടെ ആരൊക്കെ ഇവിടെ മത്സരിച്ചാലും ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ 80,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചെയ്യും. അതെന്തൊരു കണക്കാണ്? 80,000 വോട്ടെന്ന ഭൂരിപക്ഷത്തിലേക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്ത് ട്രെൻഡാണ് ഇവിടെയുള്ളത്? ഇവിടെ ശബരിനാഥനെ മരിക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ. ഇല്ലാതെ ശബരിനാഥൻ ഇവിടെ ആരിയിരിക്കുന്നു? ശബരിനാഥൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നമേ അല്ല. അയാളെ കോർപ്പറേഷനിൽ കയറ്റി നിർത്തി, ഇല്ലാതാക്കാൻ വേണ്ടി കോർപ്പറേഷനിൽ കയറ്റി നിർത്തി അവിടെ ജയിപ്പിച്ച് അവിടെ ഒതുക്കി. ഇനി എവിടെ അയാൾ നിൽക്കും? അയാൾക്ക് എവിടെ ചാൻസ് ഉണ്ട്?
ഇതോടുകൂടി അയാളെ കാര്യം അതോ ഗതി. ശരി, നമുക്ക് നോക്കാം. അങ്ങനെ അവകാശപ്പെടാൻ പറ്റുമോ? 80,000 CPM-ന്റെ മുൻ കൌൺസിലർ കൂടിയാണ്, പാപ്പനംകോട് വാർഡായിരുന്നു അല്ലേ, എസ്റ്റേറ്റ് വാർഡ്. എന്താണ് 80,000 വോട്ടിനൊക്കെ ജയിക്കാനുള്ള ശക്തി BJPക്ക് രാജ്യസഭയോടുണ്ട്? ഒരിക്കലും ഉണ്ടാവില്ലല്ല. 80,000 വോട്ട് പിടിച്ച് വിജയിച്ച് ഭൂരിപക്ഷം വരിക എന്ന് പറഞ്ഞാൽ അത്ര വോട്ട് മണ്ഡലത്തിൽ അങ്ങനെ ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെ വളരെ ശക്തിയായിട്ട് ശിവൻകുട്ടി നല്ല നിലയിലെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 കൊല്ലത്തെ ഈ കേരളത്തിൽ. അത് പറയുമ്പോഴും കഴിഞ്ഞ തവണ നാരോ വോട്ടിനാണ്, ചെറിയ വോട്ടുകൾക്കാണ് വിജയം എന്ന് മാത്രമല്ല മുരളീധരൻ വലിയ വോട്ട് പിടിച്ചിരുന്നു. ഈ ശബരിനാഥൻ ഇത്തവണ അത്ര അങ്ങനെ വോട്ട് പിടിക്കുമെന്നൊരു സംശയം കൂടിയില്ലേ? എന്നാൽ പോലും ആ സംശയമുണ്ട്. എന്നാൽ പോലും ഇടതുപക്ഷത്തിന്റെ ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട്, തുടർച്ചയായ 10 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് വോട്ടർമാരിൽ വളരെ വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. 1 വികസനമാണ്, 2 ക്ഷേമമാണ്. ആ വികസനത്തിൽ ഈ ഒരു 1000 കോടി ഏകദേശം അടുപ്പിച്ചുള്ള വികസനമാണ് ഈ നേമം മണ്ഡലത്തിൽ തന്നെ വന്നിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഒരു വികസനം വരാത്ത മണ്ഡലമാണ് ഈ നിയമം, വികസനം ഒന്നുമില്ലാത്ത മണ്ഡലമാണ്. അദ്ദേഹം അതിനെ മന്ത്രി വി ശിവൻകുട്ടിയെ സംവാദത്തിന് വെല്ലുവിളിച്ചു. അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. 29 തീയതി സംവാദം തയ്യാറെന്നും പറയുന്നുണ്ട്. ഈ അത്ര വികസനം ഇല്ലാത്ത മണ്ഡലം എന്താണ് ഇവിടെ നടന്ന വികസനങ്ങൾ? നല്ല വികസനം. ഒന്ന് നമ്മൾ ഈ ഇരിക്കുന്ന ഇടം തന്നെ ഏകദേശം 14 കോടി രൂപയുടെ വികസനമാണ് ഈ പദ്ധതി പ്രകാരം ഇവിടെ നടത്തുന്നത്. ഈ ആഴങ്കൽ വാക്വേ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത സത്യനഗർ മുടവുമ്പോൾ പാലം 13 കോടി രൂപയാണ്. പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന തിരുവല്ലത്ത് വാഴമുട്ടം സ്കൂളുണ്ട്, 12 കോടി 70 ലക്ഷം രൂപയാണ്. വെറും സാധാരണയായ കുട്ടികൾക്ക് മാത്രം പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂള് ഈ മണ്ഡലത്തിൽ അങ്ങനെ വളരെ വികസനമായിട്ട് അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. 23 സ്കൂളുകൾ പൊതുമേഖലയിലുള്ള സർക്കാർ സ്കൂളുകളിലെ 21നും പുതിയ കെട്ടിടങ്ങൾ. ഈ കരമന ഇതിന്റെ ഇപ്പുറത്ത് ഞാൻ ഇരിക്കുന്നതിന്റെ അടുത്ത് കരമനാറിന്റെ അപ്പുറത്ത് ഈ കരമന സ്കൂൾ നോക്ക്, തൊട്ടടുത്തുള്ള വികസനം നോക്ക്, നൈപുണ്യ വികസന കേന്ദ്രം അടക്കം ഈ കേരളത്തില് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പ്രവർത്തനം ഈ നിയമ മണ്ഡലത്തിൽ. അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം. ഈ കഴിഞ്ഞ തവണ രാജഗോപാലിന് ഒരു വിജയ തുടർച്ചയില്ലാതെ പോയത് മുരളീധരന്റെ കടന്നുവരവാണ്. മുരളീധരൻ പിടിച്ച വോട്ടുകളാണ് BJPയുടെ സാധ്യത ഇല്ലാതാക്കുന്നത്. ഇത്തവണയും സമാനമായൊരു തന്ത്രം കോൺഗ്രസ് ഇവിടെ പയറ്റിയിട്ടുണ്ട്. ശബരിനാഥനാണ് വരുന്നത്, മുൻ MLA ആണ്, പ്രധാനപ്പെട്ട മുഖമാണ്, ഇപ്പോൾ ഇവിടുത്തെ കൌൺസിലറാണ്, നഗരസഭാ കൌൺസിലറാണ്, G കാർത്തികേയന്റെ മകനാണ്. അപ്പോൾ ശബരിനാഥൻ വോട്ട് പിടിച്ചാൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖരന് വിജയിക്കാൻ കഴിയുമോ? നല്ല ബാക്ക്ഗ്രൗണ്ടാണ് ശബരിനാഥന്, നല്ല ബാക്ക്ഗ്രൗണ്ടാണ് പുള്ളി. പിന്നെ ഗൗഡിയാർ കോർപ്പറേഷൻ സീറ്റുമാണ്, പുള്ളിക്ക് സാധ്യത ഉണ്ട്. ശബരി ജയിക്കാൻ സാധ്യതയുണ്ടോ? അല്ലോ മുരളീധരൻ പിടിച്ചോ വോട്ട് പിടിക്കുമെന്നാണോ പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ ശബരിനാഥ് പിടിക്കാൻ സാധ്യത ഉണ്ട്, ജയിക്കാൻ സാധ്യതയുണ്ട്. എന്റെ കൊച്ചഭിപ്രായത്തിൽ ശബരിനാഥൻ അങ്ങനെ വോട്ട് പിടിച്ചാൽ ഒരുപക്ഷെ അത് BJPയുടെ വിജയം തടസ്സപ്പെടും. അതല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ക് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ത്രികോണ മത്സരമാണ്, അപ്പൊ മാർജിൻ വളരെ കുറവായിരിക്കും. ആര് ജയിച്ചാലും മാർജിൻ കുറവായിരിക്കും. അതിനെ അങ്ങനെ തന്നെയാണോ ഇതിന്റെ ഒരു ചിത്രം വരുന്നത്? ഇപ്പൊ ഈ നമ്മുടെ ഒപ്പമുള്ളവര് ഇവർക്കെന്നെ മുന്നോട്ട് വെക്കുന്ന അവർക്ക് ചിലർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനുമപ്പുറം ഈ ഒരാൾ പിടിക്കാൻ പോകുന്ന അധിക വോട്ടുകൾ മറ്റൊരാളുടെ സാധ്യതയെ ബാധിക്കും. അത് തന്നെയാണോ നിയമം പറയാൻ പോകുന്ന ഒരു രാഷ്ട്രീയം? അതായത് നിയമത്തിന്റെ ഒരു കഴിഞ്ഞ സമീപകാല തെരഞ്ഞെടുപ്പുകളും ഇപ്പോഴത്തെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നോക്കിയാൽ ഒരുപക്ഷെ ഇവിടെ ഇടതുമുന്നണിയും BJPയും തമ്മിലുള്ള ഒരു നേരത്തെ പോരാട്ടെന്ന് പറയാം. പക്ഷേ ശബരിനാഥൻ എഴുതള്ളാൻ പറ്റുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശബരി ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര ജയിച്ചയാളാണ്, സംസ്ഥാന വ്യാപകമായി അങ്ങനെ ഒരു ഇമേജ് ഉള്ളയാളാണ്. ആ ശബരിനാഥൻ വരുമ്പോൾ ഈ നേരത്തെ മുരളീധരൻ മന്ത്രി അത്ര ഒരു സ്വാധീനമില്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ വോട്ടുകൾ ശബരിയിലേക്ക് പോകില്ല. എന്റെ സംശയം അതാണ്. ഇവിടെ BJPയുടെ പ്രതിനിധിയെ കൊണ്ട് എന്താണ് ഈ ശബരിനാഥ് അത്ര മോശം കാൻഡിഡേറ്റ് ആണോ? നേരത്തെ ഒരു BJP അനുഭാവിയാണ് അദ്ദേഹം തോന്നുന്നു എനിക്ക് പറഞ്ഞു കേട്ടപ്പോൾ. അത്ര മോശം ശബരിനെ കൊല്ലാൻ കൊണ്ടിട്ട സ്ഥാനാർത്ഥിയാണ്, അങ്ങനെ അത്ര മോശമാണ്. ശബരിനാഥ് മോശം കാൻഡിഡേറ്റ് ആണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടത് ജനങ്ങളാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ മെറിറ്റിനെയും ഡിമെറിറ്റിനെയും പറയാൻ താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിന് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഇല്ലാത്ത ഒരു മണ്ഡലമാണ് നേമം എന്നുള്ളത്. അത് കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പുകളായി സുരേന്ദ്രൻപിള്ള മത്സരിക്കുന്ന 2016 അതെ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, 2011 മുതൽ കോൺഗ്രസ് ഏത് പാറ്റേണിലാണെന്ന് ചോദിച്ചാൽ 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അത് കഴിഞ്ഞ് 2016 വരുമ്പോൾ വോട്ട് ഗണ്യമായി കുറയുന്നു. 2021 വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ അവരോട് വച്ചിട്ടും അവർക്ക് 35,000 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ചുരുങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി കോൺഗ്രസിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് ഈ നിയമമണ്ഡലത്തിൽ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഞാൻ അവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.